ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ്സ എന്ന നാടകം വിവാദമായ വിഷയത്തിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ. നാടകത്തിന്റെ ചില ദൃശ്യങ്ങൾ പങ്കുവച്ച് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമങ്ങൾ ഉണ്ടായതെന്നും നാളെ പൊതുസമ്മേളന വേദിയിൽ നാടകം വീണ്ടും അവതരിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഫ്ലോട്ടിംഗ് തിയേറ്ററാണ് മിസ എന്ന നാടകം അവതരിപ്പിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു ജനത അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ നേർസാക്ഷ്യമാണ് മിസ എന്ന നാടകം. എഴുത്തുകാരിയും നാടകപ്രവർത്തകയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നായിക നേരിടുന്ന പീഡനത്തിന്റെ ചില ഭാഗങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാണ് ഇടതുവിരുദ്ധരായ സംഘപരിവാറും കോൺഗ്രസും മുസ്ലിം ലീഗും നാടകത്തെയും ഡിവൈഎഫ്ഐയെയും അപകീർത്തിപ്പെടുത്തുന്നത്. ചരിത്രം പരിശോധിക്കാതെ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സംസ്ഥാന നേതാക്കളായ വി.കെ. സനോജും വി. വസീഫും പറഞ്ഞു. ആ നാടകത്തിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച ചില പ്രത്യേക ദൃശ്യങ്ങൾ മാത്രം വെട്ടിയെടുത്ത് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഡിവൈഎഫ്ഐക്കെതിരായിട്ടുള്ള ഒരു അപവാദ പ്രചരണമായി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ആദ്യമേ പറയാനുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, ആ നാടകം ഞങ്ങളുടെ പൊതുസമ്മേളന വേദിയിൽ നാളെ പ്രദർശിപ്പിക്കും എന്നുകൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. ഈ രാജ്യം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ഒരു ആവിഷ്കാരത്തെ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളാണ് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത്. അതേസമയം നാടകം വീണ്ടും നാളെ നടക്കുന്ന പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കും. മിസ എന്ന നാടകം രാജ്യത്തെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് പറയുന്നതെന്ന് തിയേറ്റർ ആർട്ടിസ്റ്റായ ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. മിസ എന്ന നാടകം ആരെയാണോ ബാധിക്കുക അവർക്ക് നന്നായി മുറിവേറ്റിട്ടുള്ളതായും ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ. സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഡിവൈഎഫ്ഐയുടെ വേദിയിൽ മിസ എന്ന നാടകം അവതരിപ്പിച്ചപ്പോൾ അതിലെ ഒരു രംഗം വെട്ടിയെടുത്ത് KP ശശികലയെ പോലുള്ള കുറേ അധികം ആൾക്കാർ ഇതെന്തോ അശ്ലീലമാണെന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണ്. ആ രാഷ്ട്രീയം പറയുന്ന നാടകത്തെ അശ്ലീലമായി മാത്രം കാണാൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ശരീരമായി മാത്രം കാണാൻ കഴിയുന്ന തരത്തിലെ എന്താണ് ശരിക്കും അവരുടെ ബുദ്ധിവികാസം മാത്രമുള്ളൂ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അതല്ല, ഇതൊരവസരം എന്ന നിലയിൽ ഈ ഒരു ദൃശ്യം വെച്ചിട്ട് ഡിവൈഎഫ്ഐ ആളെ കൂട്ടാൻ ഇത്തരം നൃത്തങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഇത്തരം വേഷങ്ങൾ അണിയിച്ച് ആൾക്കാരെ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏതുതരം രാഷ്ട്രീയമാണ്? എന്ത് മലീമസമാണ് ഇവരുടെയൊക്കെ മനസ്സുകൾ? അതോ രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്? ഷമ്മി, തീർച്ചയായും ഇതിനെ പ്രധാനമായും കാണേണ്ടത് ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഈ ഇടതുവിരുദ്ധ സംഘം, അതായത് അതിൽ സംഘപരിവാറും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഇടതുവിരുദ്ധ സംഘം ഇതിനെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വലിയ രീതിയിൽ സമകാലീനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഒരു സ്നേഹലതയുടെ ജീവിതം. അല്ലെങ്കിൽ അവർ ആ അടിയന്തരാവസ്ഥ കാലത്ത് അവർ നേരിട്ട കൊടിയ പീഡനങ്ങളുണ്ട്. അത് ഭരണാധികാരികളിൽ നിന്നും അവർ നേരിട്ട അത്രമാത്രം കൊടിയ പീഡനങ്ങൾ, ആ കൊടിയ പീഡനങ്ങളെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ ഇരുണ്ട നാളുകളെ ആസ്പദമാക്കിയിട്ടാണ് ഈ നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിൽ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ സംഘപരിവാർ അനുകൂലികളും അല്ലെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള സംഘം അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അത്തരത്തിലൊരു നാടകം എന്തായിരുന്നു, അല്ലെങ്കിൽ സ്നേഹലത റെഡ്ഡി ആരായിരുന്നു, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഈ നാടകത്തിലെ ചില ഭാഗങ്ങൾ മാത്രം, നായിക നേരിടുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രം അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പശ്ചാത്തല സംഗീതം, മറ്റൊരു തരത്തിൽ അതിനെ ഒരു ലൈംഗിക ചുവയോടുകൂടി ഒരു പശ്ചാത്തല സംഗീതം കൂടി നൽകിക്കൊണ്ടാണ്
നൽകിക്കൊണ്ടാണ് പലരും അതിനെ വലിയ രീതിയിൽ വക്രീകരിച്ച് കാണിച്ചത് എന്നാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ ആ നാടകത്തിന്റെ പിന്നാമ്പുറമോ പരിശോധിക്കാതെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തെയും ബോധപൂർവം അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ഡിവൈഎഫ്ഐ തുറന്നു പറഞ്ഞിരുന്നു. അതിനെതിരെ ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ടും അതേസമയം നിയമപരമായിട്ടും ആ വിഷയത്തെ നേരിടും എന്നുള്ള കാര്യം കൂടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ ഈ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ കീഴ്പ്പെട്ടു പോകാനോ ഡിവൈഎഫ്ഐ സമ്മതിച്ചിട്ടില്ല. കാരണം ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരും. അതിന്റെ ഭാഗമായിട്ട് തന്നെ നാളെ ഡിവൈഎഫ്ഐയുടെ സമാപന സമ്മേളനമാണ് അല്ലെങ്കിൽ പൊതുസമ്മേളനമാണ്. ഈ പൊതുസമ്മേളനത്തിൽ ഈ നാടകം വീണ്ടും അരങ്ങേറും അല്ലെങ്കിൽ അവതരിപ്പിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ നാടകത്തിലെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള ചിന്നു ചിലങ്ക ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. കാരണം ഒരു ഭാഗം മാത്രം, നാടകത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത്. അവർ ഇത്തരത്തിൽ ഈ അടിയന്തരാവസ്ഥ കാലത്തെയോ അല്ലെങ്കിൽ ചരിത്രത്തെയോ ബോധപൂർവം മറന്നു പോകുന്ന ഒരു സംഘമാണ്. അല്ലെങ്കിൽ അവർ ഇതൊന്നും കേൾക്കാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യവും പ്രകടിപ്പിക്കാത്ത ആളുകളാണെന്ന് ആ കഥാപാത്രത്തിലെ നായിക തന്നെ അല്ലെങ്കിൽ ആ കലാകാരി തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും. അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകന്മാർ പോലും, ആ നാടകം കണ്ട സാംസ്കാരിക നായകന്മാർ പോലും കൈരളിയോട് പറഞ്ഞിരുന്നു കൃത്യമായിട്ട് അത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ. അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയത്തെയോ മറ്റോ ഒന്നും അവർക്ക് വിലക്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും നാളെ പൊതുസമ്മേളന വേദിയിൽ ഈ നാടകം ഒന്നുകൂടി അവതരിപ്പിക്കപ്പെടും എന്നുള്ള കാര്യമാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.